തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം. നാം വെറും സൃഷ്ടികൾ മാത്രം. ലോകത്തെ നിയന്ത്രിക്കുന്ന അവിടുന്ന് നിത്യനും സർവശക്തനുമാണ്. നാം നിസ്സാരന്മാരും അഗണ്യരുമാണ്. ഇതിനെല്ലാം ഉപരിയായി മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് പിന്തിരിയുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മിലുണ്ടായിരിക്കുന്നത് കോപവും, അസൂയ, ചതിവ്, അഹന്ത, അശുദ്ധത മുതലായ ദുർഗുണങ്ങൾ മാത്രം. ഈ വക തിന്മകൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയം വളരെയേറെ വേദനിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ ഘോരമായ നിന്ദയും മാരകമായ പാവങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും ഇത്ര സ്നേഹത്തോടെയാണ് ഈശോ അവരോട് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് നമ്മെ ദേഷിക്കുകയോ ഉടനുടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യ സന്തതികളോടുകൂടെ വസിക്കുന്നതിലത്രേ എൻ്റെ സന്തോഷം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദയാനിധിയായ ദൈവം തൻ്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരന്മാരെന്നും സ്നേഹിതരെന്നും മഹാവാത്സല്യത്തോടു കൂടി ഈശോ വിളിക്കുന്നു. മഹാപാപിനിയായ മേരി മഗ്ദലയെ ദയാപൂർവം നോക്കി അവരുടെ പാപങ്ങൾ മോചിക്കുന്നു. പാപികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും തൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പത്രോസിനോടും തോമാസ് ലീഗായോടും അവിടുത്തെ പെരുമാറ്റം അവിസ്മരണീയവും അത്ഭുതകരവുമാണ്. ഈശോയുടെ സഹോദരരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുരിശിന്മേൽ കാൽവരിയിൽ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും അദ്ദേഹം നടത്തി. ഇതുപോലെ ലോകത്തിലെ മറ്റൊരു ബലിയും നടന്നിട്ടില്ല. മരണത്തോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹം അവസാനിച്ചില്ല. അവിടുത്തെ ദിവ്യശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയമായും ഇന്നും വിശുദ്ധ കുർബാനയിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും പകർത്താം. ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാം. അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാം. ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.